ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജീവിതങ്ങളെയും സംസ്കാരങ്ങളെയും സംഘർഷങ്ങളെയും ക്യാമറയിൽ പകർത്തി വ്യത്യസ്തമായ രീതിയിൽ അശാന്തിയുടെ ദിനങ്ങൾ തന്നെ സിനിമാ പ്രേക്ഷകന് സമ്മാനിക്കുന്ന 14ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം 5ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 150 ചിത്രങ്ങൾ ഒപ്പം 9 വേദികളായി ഇത് പ്രദർശിക്കപ്പെടുമ്പോൾ 7500-ലധികം ഡെലിഗേറ്റ്സുകൾ. ഇവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒപ്പം ഓരോ പ്രേക്ഷകനും വളരെ നല്ല രീതിയിൽ തന്നെ സിനിമയെ സ്വാഗതം ചെയ്യുന്നു, ഓരോ സിനിമയെയും. IFFK ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ശ്രീമതി ബീന മാഡം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. മാം, മേള ഇപ്പോൾ 5 ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൾക്കാർക്ക് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ കാണുന്ന നല്ല മെച്ചുള്ള രീതിയിലാണ് ആൾക്കാർ സിനിമ കാണുന്നു. നല്ല സീരിയസ്നെസ് ഉണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾ ഞങ്ങൾ കണ്ട കുറച്ച് ഒരു ഇൻഡിസിപ്ലിൻ മാറിയിട്ടുണ്ട്. ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഒരു നല്ല ഗൗരവമുള്ള സംഗതിയാണെന്ന്. അപ്പോൾ അത് ഒരു നല്ല പ്രതികരണമാണ്. ഈ നടത്തിപ്പിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് റിസർവേഷനിലൂടെയുള്ള എല്ലാം ബാൽക്കണി സൗകര്യങ്ങളെല്ലാം വരുന്നവർക്ക് ലഭിക്കുന്നു. ഇതെങ്ങനെയാണ് ജനം നോക്കി കാണുന്നത്? അത് ഒരു നല്ല സക്സസ് ആയിരിക്കുക. രണ്ട് കാര്യങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കുക. ഒന്ന്, ഈ SMS വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ. ഞങ്ങളുടെ ഡെലിഗേറ്റ്സിന് എന്തെങ്കിലും ചേഞ്ച് ഓഫ് ഷെഡ്യൂൾ ഉണ്ടായാലും അല്ലെങ്കിൽ ബാൽക്കണി റിസർവേഷൻ ആയാലും എല്ലാ SMS വഴി ആൾക്കാർക്ക് അവരവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു നല്ല ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ട്. രണ്ടാമത്തെ, നമുക്ക് ഈ ബാൽക്കണി റിസർവേഷൻ ഇപ്പോൾ കുറേ ആൾക്കാർ ബുക്ക് ചെയ്യും, ബാക്കി വന്ന ആ സീറ്റ്സും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡബിൾ പർപ്പസ് ഉണ്ട്. അതന്നെ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് സീറ്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബാക്കി വരുന്ന ലോട്ട് ഓഫ് ജനറൽ ക്രൗഡ് ഹു ഗോസ് ഫ്രം വൺ ഫിലിം ടു അവർക്കും കിട്ടുന്നുണ്ട്. ഫ്രം ആ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഹാസ് ബീൻ എ വെരി ബിഗ് സക്സസ്. മത്സരവിഭാഗങ്ങളിലെ 14 ചിത്രങ്ങളിൽ മലയാളിക്ക് അഭിമാനിക്കാനായി 2 ചിത്രങ്ങളുണ്ട്. അതിൽ സൂഫി പറഞ്ഞ കഥയുടെ സംവിധായകനായ ശ്രീ പ്രിയനന്ദൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. സർ, വ്യത്യസ്തമായ ഒരു പ്രമേയം മലയാള സിനിമയിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രമേയം തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏതൊരു മനുഷ്യനും നമ്മുടെ ഒരു പുറമോടിക്കപ്പെടുന്ന ഒരു ഉൾമോടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉൾമോടി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ വിശ്വാസമാവാം. അപ്പോൾ നമ്മൾ ഏതൊരു കാലത്തും നമ്മൾ ഇന്നലകളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനുഷ്യനായിട്ടാണ് നമ്മൾ മനുഷ്യരെ കാണേണ്ടതെന്നുള്ളത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ കാണാൻ പാടില്ല എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്, അടിസ്ഥാനപരമായിട്ട് സ്നേഹമാണ്. അതിനെ അന്വേഷിക്കാനും യഥാർത്ഥ അർത്ഥത്തിൽ വീണ്ടെടുക്കാനും ഓരോ മനുഷ്യനും സാധ്യമാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് സുഫിയിലൂടെ. മത്സരവിഭാഗത്തിലെ ചിത്രമായ മദ്യവേലിലെ സംവിധായകൻ ശ്രീ മധു കൈതപ്പുറം. സർ, വ്യത്യസ്തമായ ഒരു പ്രമേയം, എങ്ങനെയാണ് ഈ ഒരു പ്രമേയം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ്, പക്ഷേ വളരെ സങ്കീർണമാണ്. നമ്മുടെ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ സാധാരണക്കാരായ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, എന്നാൽ വളരെ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവരുടെ ജീവിതത്തിലൂടെ പുതിയ കാലവുമായിട്ട് അവർ സംവദിക്കുകയാണ്. അതായത് നമ്മൾ ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ഇസങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നു.
അതുതന്നെയാണ് നമ്മുടെ മനുഷ്യ നന്മക്ക് ഉദകരിച്ചതും പലപ്പോഴും. പക്ഷേ അവിടെയും പുതിയ കാലത്ത് അവർ ജീവിക്കുമ്പോഴും അവരുടെ ആദർശങ്ങളും മൂല്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ നമ്മുടെ പല പ്രലോഭനങ്ങളെയും അവർ പ്രതിരോധിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ ആദർശങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും. ലേറ്റ് ആയി ചെന്നാൽ പ്രിൻസിപ്പൽ നോട്ട് ചെയ്യും. ഈ മാസത്തെ ഫീസ് ഇതുവരെ കൊടുത്തിട്ടില്ല. 4 ആയുള്ളൂ, കൊടുക്കാം. സുഗുണൻ നിന്ന് നോക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. തരാതിരിക്കില്ല. ഒപ്പം ഒരാളുണ്ട്, കുറച്ച് മെല്ലെ. ഒരു ബൈയെങ്കിലും പറഞ്ഞിട്ട് പോമ്മേ. രജനി, പതിനാലാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. അതിൽ 8 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. എ ഫ്ലൈയിങ് ഡാഷസ്, എബൌട്ട് ഡൽഹി, ബിർസാൻ സാൽ തുടങ്ങിയ ചിത്രങ്ങളും, ഫിഷിംഗ് പ്ലാറ്റ്ഫോം, മധ്യവേനൽ, ഒപ്പം റോഡ് ടു സംഘം, സാർ, ദ ആബ്സെന്റ് എന്നീ ചിത്രങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത്.